Hello students, in this video we are going to discuss about enzyme regulation. Okay, so we have studied about the metabolic pathways, and we have also studied certain pathways like glycogenolysis, glycogenesis, glycolysis, etc. Okay, so first we have to know certain things about enzyme regulation. Okay, so before that, let me just give you an introduction. Okay, that is, all these enzymes, they have various features. Okay, that is, regulates their activity in living cells. For example, I already told you all enzymes work at an optimum pH. Their catalytic rates change with that. അതുപോലെ തന്നെ depending upon substrate concentration, depending upon the conditions of the cell. Okay, പിന്നെ most of these enzymes require metal ions, coenzymes, etc. പക്ഷേ above all these properties, some enzymes possess other properties which give them special functions. Those enzymes are called regulatory enzymes. Okay, regulatory enzymes എന്ന് പറഞ്ഞാൽ they are specialized enzymes ആ പാത്വേ തന്നെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്ന എൻസൈംസ്. ഇപ്പൊ നമ്മൾ പഠിച്ച പാത്വേകൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്ലൈക്കോലൈസിസിനകത്താണെങ്കിൽ നമ്മൾ പഠിച്ചു, അതിനകത്തെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതുപോലെ കൊളസ്ട്രോളിന്റെ സിന്തസിസിനകത്ത് HMG-CoA റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അവസാനം പഠിച്ച പ്യൂരിൻ മെറ്റബോളിസത്തിനകത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് PRPP, അമീഡോ ട്രാൻസ്ഫറേസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ പാത്വേ മുമ്പോട്ട് പോകാണോ, അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ് ഓഫ് ദ സെൽ, അത് എങ്ങോട്ടെങ്കിലും നിയന്ത്രിച്ച് വിടണം. കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചില പാത്വേ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനകത്തെ മെറ്റബോളിക് പാത്വേകളിൽ പ്രധാനപ്പെട്ട ഒരു എൻസൈം ആ പാത്വേ തന്നെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ലിമിറ്റ് ചെയ്യുന്നു, റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്നും പറയുന്നു. ആ പാത്വേ, ഇപ്പൊ ഉദാഹരണത്തിന് ATP ആണ് ഒരു ഇൻഹിബിറ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്ന ഗ്ലൈക്കോലൈസിസിലെ പ്രധാനപ്പെട്ട എൻസൈമിനെ ATP വഴി നിയന്ത്രിക്കാൻ പറ്റും. ഈ ATP എന്താണ്, എന്തിനാണ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത്? ഗ്ലൈക്കോലൈസിസ് is a pathway for synthesizing ATP. It is a catabolic pathway. So suppose you have excess of ATP, there is no need for that pathway to continue. അപ്പൊ ഫ്രക്ടോസ് 1,6,5-ഫോസ്ഫേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിൽ നിന്ന് വേറെ വഴി ചാനൽ ചെയ്ത് ആ പാത്വേ വിടാൻ പറ്റും. അപ്പൊ അതിലെ എൻസൈം ആയിട്ടുള്ള ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ് ആ പാത്വേ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ATP തന്നെയാണ് അതിന്റെ ഇൻഹിബിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ എൻസൈമുകൾ പ്രധാനമായിട്ടും രണ്ട് വഴിയിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ എൻസൈമിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനകത്ത് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റ് ആണ്. ഈ ആക്റ്റീവ് സൈറ്റ് കൂടാതെ ഇതിന് ഈ റെഗുലേറ്ററി എൻസൈംസിന് ഈ പ്രോട്ടീനിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ തന്നെ വേറൊരു ഭാഗം will be a regulatory site. That is, there are two types basically. One is allosteric inhibition and the other one is a regulation that is catalyzed by covalently modified enzymes. Okay, അപ്പോൾ രണ്ട് തരത്തിലുള്ള സൈറ്റുകൾ ഉണ്ടാവും. ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഗ്ലോബുലർ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. അതിലെ കുറെ അമിനോ ആസിഡ്സ് ചേർന്ന ആക്റ്റീവ് സൈറ്റിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇത് കൂടാതെ കുറെ അമിനോ ആസിഡുകൾ ചേർന്നിട്ട് അതിനകത്ത് മറ്റൊരു റെഗുലേറ്ററി സൈറ്റ് ഉണ്ടാവും. ആ റെഗുലേറ്ററി സൈറ്റ് രണ്ട് തരത്തിലുള്ള, ഒന്ന് അലോസ്ട്രിക്. ഇനി ഈ സ്ലൈഡിൽ കാണുന്ന പോലെ അലോസ്ട്രിക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is based on weak non-covalent binding of specific compounds. Okay, so the basic difference is, ഇതിന്റെ ഉദാഹരണം ഇത് തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഫോസ്ഫോഫ്രക്ടോകൈനേസിനകത്ത് ATPയും AMP ആണ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ATP കൂടുതൽ ഉണ്ടെങ്കിൽ ആ പാത്വേ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ATP will act like a negative inhibitor. നേരെ മറിച്ച് AMP ആണ് കൂടുതൽ ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആ AMP മുഴുവൻ ATP ആവാനുള്ളതാണ്. ഈ പാത്വേ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം, സെല്ലിന് എനർജിയുടെ ഷോർട്ടേജ് ഉണ്ട് എന്നാണ് അർത്ഥം.
So AMP will act as a positive modifier and ATP will act as a negative inhibitor. So that is what is allosteric modification. ഈ ATP കൂടുതലുള്ള സമയത്ത് ATP പോയിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്യില്ല, നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഇസ് മോഡുലേറ്റർ. തൽക്കാലത്തേക്ക് ഒന്ന് മോഡുലേറ്റ് ചെയ്യും. ATP ആവശ്യം വരുന്ന സമയത്ത് ആ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ മാറും. അതാണ് അലോസ്റ്ററിക് മോഡിഫിക്കേഷനിലെ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത്. താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഓക്കെ, ഇതേപോലെ തന്നെയുള്ള മറ്റൊരു തരത്തിലുള്ള പ്രധാനപ്പെട്ട അലോസ്റ്ററിക് മോഡിഫിക്കേഷൻ ആണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. അത് നമ്മൾ പ്യൂരിൻ മെറ്റബോളിസത്തിലൊക്കെ കണ്ടു. എൻഡ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. ഒരു പാത്വേ നടന്നിട്ട് അതിൽ നിന്നും സൃഷ്ടിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ നെഗറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യാം. അതായത് ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഒരു ബാഗ് ഉണ്ടാക്കുന്ന സ്ഥാപനം, കോവിഡ് വന്ന സമയത്ത് സ്കൂളുകളൊന്നുമില്ല, അപ്പൊ ബാഗുകളെല്ലാം കെട്ടിക്കിടക്കുക, അപ്പൊ സിന്തസിസ് വേണ്ട. ഇതേപോലെ തന്നെ എൻ പ്രോഡക്റ്റ് വളരെ അധികം കൂടുതലായിട്ടുള്ളപ്പോ ഈ എൻ പ്രോഡക്റ്റ് തന്നെ പോയി ഇന്ററാക്ഷൻ ചെയ്യുന്നതാണ്, നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ നടത്തി ആ റെഗുലേറ്ററി എൻസൈമിനെ നിയന്ത്രിക്കുന്നതാണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. അപ്പൊ അലോസ്റ്ററിക് മോഡിഫിക്കേഷൻ ഈ തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു നോൺ കോവാലന്റ് അടുപ്പമാണെങ്കിൽ, ഇതിൽ കാണുന്ന പോലെ തന്നെ സബ്സ്ട്രേറ്റ് ഇതിനകത്ത് കാണാം, ഒരു എൻസൈം ആണ് ഇത് കാണുന്നത്. എൻസൈമിനകത്ത് യു ക്യാൻ മേക്ക് ഇറ്റ് ഈദർ മോർ ആക്റ്റീവ് ഓർ യു ക്യാൻ മേക്ക് ഇറ്റ് ലെസ് ആക്റ്റീവ്. Okay, so this is the subunit interaction. You know what is a subunit? അതായത് functional part of a protein. So ഒരു പ്രോട്ടീൻ, ഒരു എൻസൈം, അതിനകത്ത് ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ഒരു മോഡുലേറ്റർ ബൈൻഡിങ് സൈറ്റും ഉണ്ട്. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ആണ് അതിന്റെ കാറ്റലിറ്റിക് സൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ആക്റ്റീവ് സൈറ്റ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള മോഡുലേറ്റർ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ റിയാക്ഷൻ മുമ്പോട്ട് പോകുന്ന തരത്തിൽ അതിനൊരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള മോഡിഫയർ വന്ന് ബൈൻഡ് ചെയ്താൽ അതിന്റെ 3-dimensional structure reverts it to its less active form. Okay, this is an example, another example for feedback inhibition. This is in E. coli. ഇതിനകത്ത് ത്രിയോണിനിൽ നിന്നും ഐസോല്യൂസിനിലേക്ക് ആവുന്ന ഒരു പാത്വേ ആണ് കാണുന്നത്. Okay, you can study this. So this is a pathway for conversion of threonine to isoleucine, which is catalyzed by 5 enzymes. You can see E1, E2, E3, E4, E5. Okay, ഇതിനകത്തെ ഫസ്റ്റ് എൻസൈമിന്റെ പേരാണ് ത്രിയോണിൻ ഡീഹൈഡ്രേറ്റേസ്. ഓക്കെ, ഈ എൻസൈമിനെ ഇതിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐസോല്യൂസിൻ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ this will go and the end product itself will carry out feedback inhibition. അതാണ് ഈ ക്രോസ് സിഗ്നൽ ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ പ്യൂരിൻ സിന്തസിസിനകത്തൊക്കെ കണ്ടു. IMPയും GMPയും AMP ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിലെ എൻസൈമിനെ തന്നെ പോയി ഇൻഹിബിറ്റ് ചെയ്യുന്നത്. മറ്റേ ബാഗിന്റെ സ്ഥാപനത്തിന്റെ ഉദാഹരണം നിങ്ങൾക്ക് കണക്കിലെടുക്കാം. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. മറ്റതിന്റെ എക്സാമ്പിളില് അതർ എൻസൈംസ് ആണ് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബോമോയിലേസ്. ഒരുപാട് എൻസൈംസ് ഉണ്ട് എക്സാമ്പിൾ. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് ഒക്കെ, കാരണം നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നതാണ് ഗ്ലൈക്കോലൈസിസ്. Now I want you to remember this thing. Okay, so that is it about allostric modification. ഇനി covalent modification what you see is മറ്റത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ദൃഢമായിട്ടുള്ള ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ബന്ധമാണ്. That is, we have active site and regulatory site. ഈ റെഗുലേറ്ററി സൈറ്റിലെ ഒരു എൻസൈമിനെ റെഗുലേറ്ററി എൻസൈമിന്റെ റെഗുലേറ്ററി സൈറ്റില് ഒരു ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻസൈം ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആവും. This is something that we have learned from first semester onwards. Cell signaling we studied. Here in second semester we studied glycogen metabolism. I just want you to remember this. Do you remember this glycogenolysis? Glycogenolysis എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Breakdown of glycogen to glucose. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? എപ്പിനെഫ്രിനും ഗ്ലൂക്കഗോണും. What is glycogenesis? Glycogenesis is the synthesis of glycogen stimulated by insulin. So what does insulin do? Insulin പണ്ട് നമ്മൾ പറഞ്ഞ പോലെ lowers blood glucose level.
സോ ലോവർ ചെയ്യണമെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസിനെ മുഴുവൻ ഗ്ലൈക്കോജൻ ആക്കി സിന്തസൈസ് ചെയ്യണം. ദാറ്റ് പാത്വേ ഈസ് കോൾഡ് ഗ്ലൈക്കോജനസിസ്. സോ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മുഴുവൻ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. മറ്റത് എപ്പിനെഫ്രിനും ഗ്ലൂക്കഗോണും ഗ്ലൈക്കോജെനോലൈസിസ്. അതായത് എപ്പിനെഫ്രിനൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇത് എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ പെട്ടെന്ന് എനർജി വേണമെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഗ്ലൂക്കോസ് വേണം. അപ്പൊ ആ സാഹചര്യത്തിൽ ഗ്ലൈക്കോജനിൽ നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഗ്ലൈക്കോജെനോലൈസിസ്. So the key enzyme here is glycogen phosphorylase, and the key enzyme in glycogenesis is glycogen synthase. So this works through the, you remember this G protein coupled receptor, cyclic AMP, kinases, phosphorylate. Okay, insulin endana removes a phosphate group. Dephosphorylated form is the active form. Appo ee idea you should remember. Do you remember this? Now just look at this. This we have learned already in cell signaling. Do you remember the pathway which glucagon? ഇതാണ് hormonal regulation. Glucagon hormone ആണ്, insulin hormone ആണ്. രണ്ടും എന്താ ചെയ്യണേ? Glucagon adds a phosphate group to the enzyme phosphorylase, making it active. So that will, this enzyme is the key enzyme in glycogenolysis. I had already taken class on glycogenolysis. Now, the addition of a phosphate group to the regulatory site will enhance the degradation of glycogen. In this case, insulin activates glycogen synthase. Glycogen synthase എന്ന് പറയുന്ന enzyme എന്താ ചെയ്യുക? അതിനകത്തുനിന്ന് phosphate group remove ചെയ്യുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുക. അപ്പൊ ഇൻസുലിൻ ഈ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബോണ്ട് ആയിട്ട് ആ റെഗുലേറ്ററി സൈറ്റിൽ ബൈൻഡ് ചെയ്താൽ അത് മുമ്പോട്ട് പോകും. ഇത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്താൽ ഗ്ലൈക്കോജൻ സിന്തസിസിലേക്ക് പോകും. അപ്പൊ ദിസ് ഇസ് ദി ഐഡിയ ദാറ്റ് ഇസ് ദെയർ. അപ്പൊ നേരത്തെ അലോസ്ട്രിക്കിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളത് എന്താ? ഇവിടെ ഉള്ളത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ്. മറ്റതിനകത്ത് ഒരു ഇൻഫാക്ച്വേഷൻ പോലെ, ഒരു അഫയർ പോലെ ആണെങ്കിൽ ഇവിടെ that has formed a bond, ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത പോലെ, ഒരു രജിസ്റ്റർ ചെയ്ത ഒരു അവസ്ഥയാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളപ്പോൾ. അപ്പൊ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് ഡിഫറെന്റ് എൻസൈം ദാറ്റ് വിൽ ഡു ദാറ്റ്. സോ ദിസ് ഇസ് കോൾഡ് കോവാലന്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ് ദാറ്റ് ഇസ് ദെയർ അബൌട്ട് എൻസൈം റെഗുലേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അതിന്റെ ഒരു ഐഡിയ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇനി ഇത് കൃത്യമായിട്ട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇവിടെ കാണാം. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിന്റെ എക്സാമ്പിൾ എടുക്കാം കേട്ടോ. സോ ഇൻ ദ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എൻസൈം there is a residue which is number 14 which is serine. മനസ്സിലാക്കണേ, അതായത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ റെഗുലേറ്ററി സൈറ്റിൽ ഒരു സെറിൻ റെസിഡ്യൂ ഉണ്ട്. ആ സെറിൻ റെസിഡ്യൂവിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോൾ ദിസ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് വിൽ ബിക്കം ആക്റ്റീവ്. സോ വെൻ ദിസ് ബിക്കംസ് ആക്റ്റീവ്, the glycogenolysis reaction will go ahead. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധം. ഓക്കെ, സോ you have kinases. ഇതെങ്ങനെ ആക്റ്റീവ് ആക്കിയത്? സെൽ സിഗ്നലിംഗ് വഴി. ഒരു സെല്ലിന് ഗ്ലൂക്കോസ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ, ആ എപ്പിനെഫ്രിൻ വന്ന് മെംബ്രെയിനിൽ ബൈൻഡ് ചെയ്തു, റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്തു, സെക്കൻഡ് മെസ്സഞ്ചർ സൈക്ലിക് AMP ആക്ടിവേറ്റ് ചെയ്തു, സിഗ്നലിംഗ് കാസ്കേഡ് നടന്നു. ലാസ്റ്റില് there is a kinase which adds a phosphate group to the residue number 14 serine. So the addition of this phosphate will make this phosphorylase more active, thereby promoting glycogenolysis. Did you get this? ഇവിടെ നമ്മൾ വേറൊരു എൻസൈമിനെ ഉപയോഗിച്ച് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്താൽ മാത്രമേ കോവാലന്റ് മോഡിഫിക്കേഷൻ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. Unlike the previous one, which was a non-covalent reaction. Okay, so this is the difference between non-covalent and covalent, or allostric and covalent. So just keep in mind, allostric two types, one with modifiers and the other one is end product inhibition, and covalent modification
ഇതേപോലെ ഇത് ഒരു എക്സാമ്പിൾ മാത്രമായിട്ടുള്ളൂ. ഇതുപോലെ മീഥൈലേഷൻ ഉണ്ട്, അഡിനിലേഷൻ ഉണ്ട്. ഓരോ എൻസൈമിനും പ്രത്യേകമായിട്ടുള്ള ഓരോ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുമ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. So keep in mind, this is with respect to regulatory enzymes. They have a regulatory site. ഈ allostric ആണെങ്കിൽ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആയിരിക്കും, കോവാലന്റ്ലി മോഡിഫൈഡ് ആണെങ്കിൽ ഈ തരത്തിലായിരിക്കും. ഓക്കെ, താങ്ക് യു.